അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 3 തജ്വീദുൽ ഖുർആൻ 6-ാം പാഠം തദ്രീബാത്താണ്. തദ്രീബാത്ത് നോക്കുന്നതിന് മുമ്പ് നമുക്കാദ്യം ഈ പാഠമൊന്ന് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ഇതിനു മുമ്പത്തെ പാഠത്തിൻ്റെ വർക്ക് ബുക്ക് ആൻസേഴ്സ് വേണമെങ്കിൽ വീഡിയോൻ്റെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള എൻ്റെ പ്രൊഫൈൽ ഐക്കണിൽ ഒന്ന് ടച്ച് ചെയ്യുക. പ്രൊഫൈൽ ഐക്കണിൽ ടച്ച് ചെയ്താൽ കൂട്ടുകാർക്ക് ചാനലിൽ പോവാൻ സാധിക്കും. പോയതിനു ശേഷം പ്ലേലിസ്റ്റ് എടുക്കുക. എടുത്തതിനു ശേഷം ക്ലാസ് 3 തജ്വീദുൽ ഖുർആൻ എന്ന പ്ലേലിസ്റ്റിൽ ഒന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്താൽ ഞാൻ എടുത്ത പാഠത്തിൻ്റെ വർക്ക് ബുക്ക് ആൻസേഴ്സ് കൂട്ടുകാർക്ക് ലഭ്യമാകും. അതിൽ ആവശ്യമുള്ള പാഠത്തിൻ്റെ വർക്ക് ബുക്ക് ആൻസേഴ്സ് കൂട്ടുകാർക്ക് എടുത്തു നോക്കാം. അതുപോലെ ക്ലാസ് 5, 4, 3 ഈ 3 ക്ലാസ്സുകളുടെ പഴയ സിലബസ് വേണമെങ്കിൽ മുമ്പ് പറഞ്ഞതുപോലെ ചാനലിൽ പോവുക, പ്ലേലിസ്റ്റ് എടുക്കുക, ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുക. നോക്കിയാൽ ഞാൻ പഴയ സിലബസിൻ്റെയും ഇട്ടിട്ടുണ്ടാകും. അതിൽ ആവശ്യമുള്ള ക്ലാസ്സിൻ്റെ ആവശ്യമുള്ള സബ്ജക്റ്റ് എടുത്തു നോക്കാം. അപ്പോൾ നമുക്കിനി പാഠത്തിലേക്ക് പോവാം. അൽ വഹ്ദത്തു സാദിസ 6-ാം പാഠം അൽ ഇൽഹാർ. ഈ പാഠത്തിൽ ഇൽഹാറിനെ കുറിച്ചാണ് നാം പഠിക്കുന്നത്. നമുക്കറിയാം, സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും 5 വിധികളിൽ ഒന്നാണ് ഇൽഹാർ. സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും 5 വിധികൾ ഏതൊക്കെയാണ്? ഇൽഹാർ, ഇദ്ഗാമും ബിഗുന്ന, ഇദ്ഗാമും ബിലാ ഗുന്ന, ഇഖ്ലാബ്, ഇഖ്ഫാ. ഈ 5 വിധികളിൽ ഇൽഹാറിനെ കുറിച്ചാണ് നാം പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. എന്താണ് ഇൽഹാർ? ഇൽഹാർ എന്ന് പറഞ്ഞാൽ സാക്കിനായ നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം ഹൽക്കിൻ്റെ ഹർഫുകൾ ഏതൊക്കെയാണ്? ഹൽക്കിൻ്റെ ഹർഫുകൾ ഹംസ, ഹാ, ഐന്, ഹാ, ഗൈന്, ഹാ. ഇതാണ് ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ. ഈ 6 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ അതിനെ നാം വ്യക്തമാക്കി ഉച്ചരിക്കണം, വെളിവാക്കി ഉച്ചരിക്കണം. ഇതിനെയാണ് ഇൽഹാർ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്കിവിടെ കൊടുത്ത ഉദാഹരണങ്ങളൊക്കെ വായിച്ചു നോക്കാം. ആദ്യം നോക്കൂ, നൂഹൻ ഇലാ. അവിടെ തൻവീനിന് ശേഷം ഹംസ വന്നിരിക്കുന്നു. വിധി എന്താണ്? ഇൽഹാറാണ്. അതുപോലെ എല്ലാ വരയിട്ട ഭാഗങ്ങളും നമുക്കൊന്ന് വായിച്ചു നോക്കാം. അൻ അൻസിർ, അൻ അൻസിർ. അതിൽ സാക്കിനായ നൂനിന് ശേഷം ഹംസ വന്നിരിക്കുന്നു. അടുത്തത് അദാബുൻ അലീം. തൻവീനിന് ശേഷം ഹംസ വന്നിരിക്കുന്നു. വഅദാബൻ അലീമ. തൻവീനിന് ശേഷം ഹംസ വന്നിരിക്കുന്നു. അടുത്തത് മിൻഹു. സാക്കിനായ നൂനിന് ശേഷം ഹ വന്നിരിക്കുന്നു. അടുത്തത് മിൻ ഹൈസ്. സാക്കിനായ നൂനിന് ശേഷം ഹ വന്നിരിക്കുന്നു. അടുത്തത് അലീമൻ ഹക്കീമ. തൻവീനിന് ശേഷം ഹ വന്നിരിക്കുന്നു. അടുത്തത് വമിൻ ഖൽഫിഹിം. സാക്കിനായ നൂനിന് ശേഷം ഹ വന്നിരിക്കുന്നു. അടുത്തത് സുന്ദുസിൻ ഖുളുർ. തൻവീനിന് ശേഷം ഹ വന്നിരിക്കുന്നു. അടുത്തത് മിൻ ഗദാബ്. സാക്കിനായ നൂനിന് ശേഷം ഐൻ വന്നിരിക്കുന്നു. അടുത്തത് യൗമുൻ അസീർ. തൻവീനിന് ശേഷം ഐൻ വന്നിരിക്കുന്നു. മിൻ ഗസ്ലീൻ. സാക്കിനായ നൂനിന് ശേഷം ഗൈൻ വന്നിരിക്കുന്നു. മാഅൻ ഗദക. തൻവീനിന് ശേഷം ഗൈൻ വന്നിരിക്കുന്നു. അപ്പോൾ കൂട്ടുകാരെ മനസ്സിലാക്കണം, സാക്കിനായ നൂനിനും തൻവീനിനും ശേഷം ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ വന്നാൽ വെളിവാക്കി ഉച്ചരിക്കണം. അത് മറക്കരുത്. ഇത് ഖുർആൻ പാരായണമാണ്. പ്രത്യേകം ഇതെല്ലാം ശ്രദ്ധിക്കണം. മുകളിൽ കൊടുത്ത ആയത്തുകളിൽ അടിവരയിട്ട ഭാഗം നോക്കൂ.
നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം ഹംസ ഹ ഐന് ഹ ഗൈന് ഹ എന്നീ 6 അക്ഷരങ്ങളിൽ ഒന്നാണ് വന്നിട്ടുള്ളത് അല്ലേ? സാക്കിനായ നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം ഹൽക്കിൻ്റെ ഹർഫുകൾ എന്നറിയപ്പെടുന്ന ഈ 6 അക്ഷരങ്ങളിൽ ഒന്ന് വന്നാൽ ആ നൂനിനെയും തൻവീനിനെയും വ്യക്തമാക്കി ഉച്ചരിക്കണം. ഇതിന് ഇൽഹാർ എന്ന് പറയുന്നു. ചോദ്യം ചോദിക്കും. ഇത് കൂട്ടുകാർ നല്ലോണം പഠിക്കണം. കൂട്ടുകാർക്ക് ഈ പാഠം മനസ്സിലായില്ലേ? നമുക്കിനി തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിൽ ആദ്യം നുൻഷിദ്. ഇവിടെ നമുക്കൊരു പാട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് മദ്രസ ക്ലാസ് കേട്ട് നല്ലോണം ഈനത്തിൽ പാടിപ്പഠിക്കണം. അടുത്തത് ഇവിടെ നോക്കൂ കൂട്ടുകാരെ. ഇവിടെ നമുക്ക് ഇൽഹാറിൻ്റെ ഉദാഹരണങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഉദാഹരണങ്ങളിൽ എവിടെയാണ് ഇൽഹാർ ഉള്ളത് അത് എടുത്ത് ഇവിടെ കൊടുത്ത ബോക്സിൽ എഴുതണം. അപ്പോൾ ഹറമൻ ആമിന, അതിൽ തൻവീനിന് ശേഷം ഹംസ വന്നിരിക്കുന്നു. മൻ ആ, അവിടെയാണ് ഇൽഹാർ ഉള്ളത്. അപ്പോൾ മൻ ആ എന്ന് എഴുതണം. അടുത്തത് അലീമുൻ ഖബീർ, അവിടെ തൻവീനിന് ശേഷം ഖ വന്നിരിക്കുന്നു. അവിടെയാണ് ഇൽഹാർ ഉള്ളത്. അപ്പോൾ അലീമുൻ മുൻ ഖബീർ ഹ മുൻ ഖ. അടുത്തത് അദാബുൻ അലീം, അദാബുൻ അലീം, തൻവീനിന് ശേഷം ഐൻ വന്നിരിക്കുന്നു. അവിടെ നോക്കൂ, അദാബുൻ അബുൻ എടുത്തെഴുതണം, അലീം ഐൻ എടുത്ത് എഴുതണം, ബുൻ ആ. അടുത്തത് കുല്ലൻ ഹദൈന, അവിടെ തൻവീനിന് ശേഷം ഹ വന്നിരിക്കുന്നു. ലൻ ഹ, അവിടെയാണ് ഇൽഹാർ ഉള്ളത്. അടുത്തത് ഉസ്വത്തുൻ ഹസന, ഉസ്വത്തുൻ അതുൻ അവിടെ എടുത്ത് എഴുതണം ഹ, തൻവീനിന് ശേഷം ഹ വന്നിരിക്കുന്നു. അവിടെയാണ് ഇൽഹാർ ഉള്ളത്, തുൻ ഹ. അടുത്തത് മാ എൻ റദക, മാ എൻ റദക, അവിടെ തൻവീനിന് ശേഷം ഗൈൻ വന്നിരിക്കുന്നു. അവിടെയാണ് ഇൽഹാർ ഉള്ളത്. അപ്പോൾ മനസ്സിലായില്ലേ? ഇവിടെ കൊടുത്തതിൽ എവിടെയാണ് ഇൽഹാർ വന്നിരിക്കുന്നത് അത് നാം വ്യക്തമാക്കണം. മനസ്സിലായില്ലേ? നമുക്കിനി നക്തഷിഫുൽ ഇജാബാത്ത് കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം. ഒന്നാമത്തെ ചോദ്യം, ഹൽക്കിൻ്റെ ഹർഫുകൾ എത്ര? ഏവ? ഹൽക്കിൻ്റെ ഹർഫുകൾ 6. ഏവ? ഉത്തരം ഹംസ, ഹ, ഐന്, ഹ, ഗൈന്, ഖ. രണ്ടാമത്തെ ചോദ്യം, ഇൽഹാർ എന്നാൽ എന്ത്? ഉത്തരം സാക്കിനായ നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം ഹൽക്കിൻ്റെ ഹർഫുകളിൽ ഒന്ന് വന്നാൽ ആ നൂനിനെയും തൻവീനിനെയും വ്യക്തമാക്കി ഉച്ചരിക്കണം. ഇതിന് ഇൽഹാർ എന്ന് പറയുന്നു. അടുത്തത് നസിൽ, യോജിച്ചത് ചേർക്കുക. ഇവിടെ നോക്കൂ, ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ ഉണ്ട്, ഇപ്പുറത്ത് ഉദാഹരണവും ഉണ്ട്. ഇവിടെ കൊടുത്ത ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ ഉള്ള ആ ഉദാഹരണം എടുത്ത് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നോക്കൂ, ഹംസ, തൻവീനിന് ശേഷം ഹംസ വരുന്നത് പോലെ ഒരു ഉദാഹരണം ഇവിടെ കൊടുത്തതിൽ നിന്ന് കണ്ടുപിടിക്കണം. ഹറമൻ ആമിന ഇവിടെയുണ്ട്, അപ്പോൾ അതാണ് ശരിയായത്, അതെടുത്ത് എഴുതുക. അടുത്തത് ഹ, സലാമുൻ ഹിയ. അടുത്തത് ഐൻ, സമീഉൻ അലീം. അടുത്തത് ഹ, അസീസുൻ ഹക്കീം. അടുത്തത് ഗൈൻ, അലീമുൻ ഗഫൂർ. അടുത്തത് ഖ, ലത്തീഫുൻ ഖബീർ. ഇനി അടുത്തത് തഖ്സീസ്. ഒന്നാമത്തത് സൂറത്തുൽ ഹഷർ പാരായണം ചെയ്യണം, അതിൽ ഇൽഹാർ ഉള്ളത് കണ്ടുപിടിക്കണം. അടുത്തത് നെഹ്ഫുൽ, ഹിഫുലാക്കാനുള്ളതാണ് സൂറത്തു തകാസുർ. ഈ സൂറത്ത് കൂട്ടുകാർ കാണാതെ പഠിക്കണം. അടുത്തത് വസിക്ര ഇൻദൽ ഖുറൂജി മിനൽ ബൈത്ത്, അതായത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ചൊല്ലേണ്ട
ദിക്ർ. ആ ദിക്റും കാണാതെ പഠിക്കണം. ഇതാണ് കൂട്ടുകാരെ ആ ദിക്ർ. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈ ദിക്ർ കൂട്ടുകാർ കാണാതെ പഠിക്കണം. ഇതോടെ ഈ പാഠത്തിന്റെ തദ്രീബാത്ത് കഴിഞ്ഞു. കൂട്ടുകാർക്ക് ഈ പാഠത്തിന്റെ തദ്രീബാത്ത് മനസ്സിലായില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്ത സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.